ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി കാണും അതിൻ്റെ അജണ്ട എന്താണെന്നുള്ളത്. ഞാനത് സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ഈ ഒരു നഗരസഭാ ഭരണത്തിൽ വന്ന ശേഷം ഒരുപാട് പേര് നമ്മളോട്, കൗൺസിലേഴ്സും ഒക്കെ തന്നെ, പുതിയ കൗൺസിലേഴ്സും പഴയ കൗൺസിലേഴ്സും ഒക്കെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെയൊക്കെ വാർഡുകൾ കൃത്യമായിട്ട് വർക്കുകൾ നടക്കുന്നില്ല എന്നുള്ളത്. മരാമത്തുമായി ബന്ധപ്പെട്ട വർക്കുകളൊന്നും തന്നെ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളത്. അത് കോൺട്രാക്ടർമാരുടെ മാത്രം കുറ്റമെന്ന് പറയുന്നില്ല, ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റമെന്ന് പറയുന്നില്ല, കൗൺസിലർമാരെ ഒക്കെ എല്ലാവരുടെയും. കാരണം നേരത്തെ മഞ്ജു ചേച്ചി സൂചിപ്പിച്ച പോലെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നഗരസഭയുടെ എല്ലാ വർക്കുകളും കൃത്യമായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഭരണത്തിൽ വന്ന ശേഷം ഓരോ ദിവസം ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ്, പല സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് ഒക്കെ തന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച രാവിലെ 9:30 എന്നുള്ള സമയമുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടാറുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുമ്പോഴും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ പരാതി വരുന്നതും ഈ മരാമത്തുമായി ബന്ധപ്പെട്ട വർക്കുകളുടെ കാര്യത്തിലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, പല കൗൺസിലേഴ്സും പലപ്പോഴും പറയാറുണ്ട്, കോൺട്രാക്ടർമാരുടെ പുറകെ നടക്കാറുണ്ട്, വിളിച്ചിട്ട് ഫോൺ എടുക്കാറില്ല, എഗ്രിമെന്റ് വെച്ച് കാലാവധി കഴിഞ്ഞു, സ്പിൽ ഓവർ കഴിഞ്ഞാൽ പോലും വർക്ക് ചെയ്യാറില്ല എന്നൊക്കെ പലപ്പോഴും. കാരണം കോൺട്രാക്ടർമാർക്ക് കൗൺസിലർമാരുടെ ഫോണ് കണ്ടാൽ അവരെടുക്കാത്ത സാഹചര്യമാണ്. എനിക്കിത് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നതല്ല, ഒരുപാട് നല്ല കോൺട്രാക്ടേഴ്സ് ഉണ്ട്. കാരണം എഗ്രിമെന്റ് വച്ച് കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായി പണി ചെയ്യുന്ന കോൺട്രാക്ടർമാരും ഇതിൻ്റെ ഇടയിലുണ്ട്. കാരണം അങ്ങനെ നമുക്ക് അനുഭവമുണ്ട്. പക്ഷെ ചിലവർ അങ്ങനെയല്ല. കഴിഞ്ഞ തവണ ഞാൻ പാപ്പനംകോട് വാർഡിന്റെ കൗൺസിലറായിരുന്നു. ആ സമയത്ത് ഒരു വർക്ക് ചെയ്യാൻ, അതായത് സ്പിൽ ഓവറും കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാൻ പലതവണ ഒരുപാട് ആളുകൾ വീണു, അവിടെ ആക്സിഡന്റ് പറ്റി പലവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായി. എന്നിട്ടും ഈ കോൺട്രാക്ടറെ വിളിക്കാം, അപ്പൊ അടക്കം AXC അടക്കം ഒക്കെ തന്നെ വിളിക്കുന്നുണ്ട്, ഒരു റെസ്പോൺസും ഇല്ല. അവസാനം ഈ കോൺട്രാക്ടറുടെ വീട് പാറശാല അടുപ്പിച്ചാണ് കോൺട്രാക്ടറുടെ വീട്. ഞാനൊരു 3 തവണ ആ കോൺട്രാക്ടറിന്റെ വീട്ടിൽ രാത്രി വരെ പോയിരുന്നു. എന്നിട്ട് പോലും ചെയ്യാത്ത സാഹചര്യം. വന്നിരിക്കുമ്പോൾ പറയും, ആ വീട്ടിൽ പോയിരിക്കുമ്പോൾ പറയും, എന്തായാലും തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച വന്ന് ചെയ്യും എന്ന് പറയും. ഈ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ തന്നെ ഈ കോൺട്രാക്ടറെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും, വരാറില്ല. വീണ്ടും ആളുകൾ പതിവായിട്ട് ആ റോഡിൽ വീഴുന്ന സാഹചര്യം. എന്നിട്ടും വർക്കുകളൊന്നും ചെയ്യുന്നില്ല. ഒരുപാട് തവണ പറഞ്ഞു. ഇതൊക്കെ തന്നെ സ്ഥിരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. അവസാനം ഇലക്ഷൻ എടുത്തു, ഞങ്ങൾ വീണ്ടും വീട്ടിൽ പോയി, ചെയ്യുന്നില്ല. അവസാനം ഇലക്ഷൻ കഴിഞ്ഞ് ഒരിക്കലും ആ കോൺട്രാക്ടർ വിചാരിച്ചില്ല ഭരണത്തിൽ നമ്മളായിരിക്കും വരുന്നതെന്ന്. അതിനുശേഷം പിന്നെ എന്നെ കാണുമ്പോൾ ഒളിച്ചു പോകുന്ന സാഹചര്യം. ഇപ്പൊ ഞാൻ തൊഴുതു, ദൈവമേ, കാണാനില്ലാത്ത ഒരാളെ നമ്മൾ കണ്ടല്ലോ എന്ന സാഹചര്യം ഞാൻ തൊഴുതിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് പക്ഷെ ഞാൻ ആ വാർഡിൽ നിന്ന് പുതിയ വാർഡിലേക്ക് മത്സരിച്ചു. പക്ഷെ പിന്നീട് അതിനുശേഷം വന്ന് ചെയ്തു വർക്ക്. അപ്പൊ ഞാനിത് പറയുന്ന ഒരു ഉദാഹരണം മാത്രമാണ് എനിക്ക് സംഭവിച്ച ഉദാഹരണം. ഇതുപോലെ നിരവധിയായിട്ടുള്ള കൗൺസിലേഴ്സിന് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലവരും വർക്ക് എടുത്തിട്ട് ചെയ്യാത്ത സാഹചര്യമാണ്. നിങ്ങൾക്കും കാരണം എക്സ്ക്യൂസസ് ഒരുപാടുണ്ടാവും. ചിലപ്പോൾ ബില്ലിന്റെ വിഷയമായിരിക്കും. ചില കോൺട്രാക്ടേഴ്സ് 10-20 വർക്കുകൾ എടുത്തിട്ടിട്ട് ഒരു വാർഡിൽ പോലും ചെയ്യാത്ത കോൺട്രാക്ടർമാരുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന കൗൺസിലേഴ്സും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസിനും ഒക്കെ തന്നെ ഈ അനുഭവമുണ്ട്. കഴിഞ്ഞ തവണ തിരുവല്ലം വാർഡിലെ കൗൺസിലറായിരുന്ന സത്യവതി കൗൺസിലർ ഒരു കോൺട്രാക്ടർ 3 വർക്ക് എടുത്തിട്ട് 3ഉം ചെയ്യാത്ത സാഹചര്യം. ഒരൊറ്റ കോൺട്രാക്ടറാണ് ചെയ്തത്. ഇതേ കോൺട്രാക്ടർ എനിക്ക് തോന്നുന്നു ഞാൻ അറിഞ്ഞത് ഒരു 10-15 വർക്കുകൾ എടുത്തിട്ടുണ്ട് പല വാർഡുകളിലുമായിട്ട് ആ സമയത്ത്. പക്ഷെ അതൊന്നും ചെയ്യാത്ത സാഹചര്യമായിരുന്നു. ഇതൊക്കെ കാരണം നമ്മുടെ വാർഡിലെ ആളുകൾ നമ്മളെ ജയിപ്പിച്ചു വിട്ടു. അപ്പൊ ഞാൻ പാപ്പനോട് വാർഡാണ്, അപ്പൊ ഇപ്പോ വെട്ടുകാട് വാർഡുണ്ട്, പല വാർഡുകളുമുണ്ട്. അവിടത്തേക്ക് ആളുകൾ നമ്മളെ വിജയിപ്പിച്ചു വിട്ടത് ആ വാർഡിന്റെ ശബ്ദമായി തിരുവനന്തപുരം നഗരസഭയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ്. അപ്പൊ അവരെല്ലാം നമ്മളിലാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നാൽ ആദ്യം വഴക്ക് പറയുന്ന അവിടുത്തെ കൗൺസിലറാണ്. ഇത് ഇവിടുത്തെ കൗൺസിലർ, ഈ റോഡ് എന്താ ഇങ്ങനെ കിടക്കുന്നത് എന്ന് തന്നെയായിരിക്കും പറയുക. ഇപ്പൊ തെരുവ് നായ്ക്കളുടെ വിഷയമായി എല്ലാ വിഷയമായാലും ഫസ്റ്റ് അവർ പറയുന്നത്, വിളിക്കുന്നതും ഒക്കെ തന്നെ കൗൺസിലേഴ്സിനെ ആയിരിക്കും. ഈ കൗൺസിലർക്ക് കണ്ണില്ലേ, കൗൺസിലർ എന്താ ഒന്നും ചെയ്യാത്തെന്താ, ഇവിടുത്തെ കൗൺസിലർ എന്താ ഇങ്ങനെ രാഷ്ട്രീയം കാണിക്കുന്നതാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞു തുടങ്ങി പിന്നീട് പരിപാടിയായി അവർക്കെതിരെ പ്രതിഷേധമായി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ
നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് എൻ്റെ കൂടെയുള്ള സഹ കൗൺസിലർമാരുടെ വിഷമമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞങ്ങളെല്ലാം അനുഭവിച്ചുള്ളത് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മീറ്റിങ്ങിന്റെ ഉദ്ദേശം കൃത്യമായിട്ട് നമ്മളെ വർക്ക് എടുത്താൽ എഗ്രിമെന്റ് വെക്കുക, സെലക്ഷൻ നോട്ടീസ് കിട്ടിയാൽ ഉടൻ തന്നെ എഗ്രിമെന്റ് വെക്കുക, എഗ്രിമെന്റ് വെച്ച് 3 മാസമെങ്കിൽ 3 മാസത്തിനുള്ളിൽ തന്നെ ഈ വർക്ക് കൃത്യമായിട്ട് ചെയ്ത് തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. അതിന് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മേയർ വിശദമായിട്ട് സൂചിപ്പിക്കും. കാരണം ആ വർക്ക് ചെയ്യാതെ, കാരണം നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വർക്കുകൾ എടുത്ത് സ്പിൽ ഓവറായി അതും കഴിഞ്ഞ് അതിന്റെ പീരീഡും കഴിഞ്ഞൊക്കെ പോകുന്നു. പക്ഷെ ഇനി അതിനൊരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കറക്റ്റ് ടൈം പീരീഡിനുള്ളിൽ തന്നെ അത് വർക്ക് ചെയ്യണം. ഒരു കൗൺസിലർമാർക്കും ഒരു കോൺട്രാക്ടർമാരെ കൊണ്ടും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല. തിരിച്ചും ഒരിക്കലും അവരെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ട് തന്നെ എല്ലാ കൗൺസിലേഴ്സും ഉണ്ടാകും. കാരണം നമ്മുടെയൊക്കെ വാർഡിൽ സമ്പൂർണ്ണമായിട്ട് വികസനം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് 101 കൗൺസിലേഴ്സും ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 2 കൂട്ടർക്കും നിങ്ങൾക്ക് ബില്ലിന്റെ വിഷയം പലതും ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാം പരിഹരിച്ച് സമ്പൂർണ്ണമായിട്ട് നമ്മൾക്ക് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി തിരുവനന്തപുരം നഗരസഭയുടെ സമ്പൂർണ്ണമായിട്ടുള്ള വികസനത്തിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.